ഏറ്റവും അധികം റിസൾട്ട് കിട്ടുന്ന സ്ഥാപനമാണ്, ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ്, ഏറ്റവും അധികം കോമ്പറ്റീഷൻ കിട്ടുന്ന സ്ഥാപനമാണ്, ഏറ്റവും നല്ല മികച്ച അധ്യാപകർ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. ഇതിനെല്ലാം ഉപരി ഏറ്റവും അധികം വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള എയിംസ്, ജിപ്മർ, AFMC, IIT-കൾ, NIT-കളിൽ എത്തിച്ച ഒരൊറ്റ സ്ഥാപനമേ ഉള്ളൂ, അത് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററാണ്. വലിയ ടെൻഷനിലേക്ക് പോകാൻ പാടില്ല. ഒരു കാരണവശാലും ബ്രില്യൻറ്റ് കുട്ടികൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മന്ത്ലി അവരുടെ മീറ്റിങ്ങുകളുണ്ട്, കൗൺസിലർമാരായിട്ടുള്ള ഡയറക്റ്റ് മീറ്റിംഗ് ഉണ്ട്. ആവശ്യത്തിലധികം കൗൺസിലർമാർ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്റർ ഉണ്ട്. അത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ വരെ ക്ലാസ്സുകൾ നയിക്കുന്ന, വിദേശത്ത് പോയി ക്ലാസ്സുകൾ നടക്കുന്ന പ്രൊഫഷണൽ കൗൺസിലർമാരുടെ സേവനം ബ്രില്യൻറ്റിൽ 24 മണിക്കൂറും ലഭ്യമാണ്. അതുപോലെ ഒരു സാധ്യതകൾ മാത്രമല്ലല്ലോ, ആ കുട്ടിക്ക് കിട്ടുന്ന എല്ലാ സാധ്യതകളെ പറ്റിയും പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതെ. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വിജയമാണല്ലോ നമുക്ക് കൂടുതൽ കാണിക്കാനായിട്ടുള്ളത്. എക്സാമിന്റെ നമ്മളുടെ ഒരു സ്ട്രക്ചർ എന്തൊക്കെയാണ് സാറേ? സ്കൂൾ കരിക്കുലം എക്സ്പീരിയൻസിൽ നിന്ന് എൻട്രൻസ് കരിക്കുലം എക്സ്പീരിയൻസിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം സംശയങ്ങളുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുമോ? അത് അവരാലോചിക്കേണ്ട ആവശ്യമില്ല, അവർ ചെന്ന് ചേർന്നാൽ മതി. കൃത്യമായ ഗൈഡ് ലൈൻസ് നൽകുന്നുണ്ട്. 42 വർഷമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത്. ബ്രില്യൻറ്റിൽ വന്ന് ചേരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എക്സാമുകൾ ഏറ്റവും കൂടുതൽ നൽകുന്ന സെൻറ്റർ ബ്രില്യൻ്റാണ്. നോക്കിയാൽ അറിയാം, ബ്രില്യൻറ്റിൻ്റെ എക്സാം ഷെഡ്യൂളുകൾ, മോഡൽ എക്സാമിൻ്റെ കാലത്തെ എക്സാം ഷെഡ്യൂളുകൾ നോക്കിയറിയാം. മറ്റ് സ്ഥാപനങ്ങളും മോഡൽ എക്സാമുകൾ നടത്തുന്നുണ്ട്, ഏറ്റവും കൂടുതൽ എക്സാമുകൾ നടത്തുന്നു. അതുപോലെ തലേദിവസം പ്രിപ്പറേറ്ററി മോഡലുകൾ ധാരാളം. ഡിസംബർ വരെയുള്ളൊരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നാണോ പരീക്ഷകൾ നടക്കുന്നത് അന്ന് വരെയുള്ള കൃത്യമായൊരു ഷെഡ്യൂളിലൂടെ വിവിധ മോഡൽ എക്സാമുകളിലൂടെയാണ് വിദ്യാർത്ഥികൾ മുമ്പോട്ട് പോകുന്നത്. ഒരു സുപ്രഭാതത്തിൽ എന്ത് ക്രൈസിസ് വന്നാലും അതിനെ നേരിടാനുള്ള സജ്ജമായ ടീമാണ് ബ്രില്യൻറ്റിന് കരുത്ത് വരുന്നത്. ഡിസിഷൻ മേക്കിംഗ്. ബ്രില്യൻറ്റ് ഒരിക്കലും ഒരു കുട്ടിയെ ഇന്ന സമയത്ത് ഇത്ര പഠിക്കണം, ഇന്നത്തെ ബ്രേക്ക് ഉള്ളെന്നൊക്കെ ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യാറില്ല. അത് കുട്ടിയുടെ താല്പര്യമാണ്. ആ കുട്ടി കൃത്യമായിരുന്ന് പഠിക്കും. ഈ ഫീൽഡ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഉള്ളതാണ്. അപ്പോൾ കുട്ടികൾ കൃത്യമായിട്ടിരുന്ന് പഠിക്കുക, ആവശ്യത്തിനുള്ള ഇൻ്റർവെൽ എടുക്കുക. അത് എത്ര സമയമാണോ, ഇങ്ങനെ ലിമിറ്റഡ് ടൈം അങ്ങനെയൊന്നുമില്ല. നമുക്കറിയാം നമ്മുടെ സീറ്റുകൾ ലിമിറ്റഡാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന ആൾക്കെന്നുള്ളതല്ല, അവിടെ ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത് ഇത്ര ശതമാനത്തിന് മുകളിൽ കിട്ടുന്നവർക്കാണ് കൂടുതലും നമുക്ക് കിട്ടിക്കണ്ടിരിക്കുന്നത്. ബ്രില്യൻറ്റ് ആർക്കും അഡ്മിഷൻ കൊടുക്കും, പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് ഡേ സ്കോളർ ആണെങ്കിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കും. നമുക്ക് ഹോസ്റ്റൽ സൗകര്യത്തിൻ്റെ വെച്ചാണ് ക്രൈറ്റീരിയ വെച്ച് മാർക്ക് കൊടുക്കുന്നത്. ഓൺലൈൻ ഫെസിലിറ്റി എല്ലാവർക്കും ഉണ്ട്, ഓൺലൈൻ ബാച്ചുകൾ എല്ലാവർക്കും ഓപ്പൺ ആണ്. ബ്രില്യൻറ്റിൻ്റെ പ്രത്യേകത നോക്കിയേ, പല കോച്ചിങ് സെൻ്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ. ഇത് ഓൾ ഇൻ വൺ ആണ്. ജെയ് അഡ്വാൻസ് വേണോ, ബ്രില്യൻറ്റിലുണ്ട്. ജെയ് മെയിൻ വേണോ, ബ്രില്യൻറ്റിലുണ്ട്. നീറ്റ് ആയിക്കോട്ടെ, ബ്രില്യൻറ്റിലുണ്ട്. അപ്പോൾ അത് മൂന്നിലും 2020 തൊട്ടിങ്ങനെ നോക്കിയേ, എല്ലാ ഫസ്റ്റ് റാങ്കിയോടുകൂടിയാണ്. അത് ജെയുടെ റിസൾട്ട് വരുമ്പോഴായിക്കോട്ടെ, നീറ്റിൻ്റെ റിസൾട്ട് വരുമ്പോഴായിക്കോട്ടെ, ജെയ് മെയിൻ റിസൾട്ട് വരുമ്പോഴായിക്കോട്ടെ. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് സ്ഥാപനമാണ്. റിസൾട്ട് ഉണ്ടാക്കുന്ന രീതി ബ്രില്യൻറ്റിന് അറിയാം. അതിന് 42 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ജനങ്ങൾക്കറിയാം. ബ്രില്യൻറ്റിൽ ഇപ്പം 5500 പേര് MBBS-ന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ ഓരോ വർഷത്തെ റിസൾട്ട് കാണാം. അതുകൊണ്ട് വഴിയിൽ ഫ്ലക്സിൽ വെറുതെ വെക്കുന്നതല്ല, അത് യഥാർത്ഥമായിട്ടുള്ള കണക്കുകൾ വെച്ചാണ് ബ്രില്യൻറ്റ് പറയുന്നത്. എത്ര വർഷമായിട്ട് സ്ഥാപനം ഇത് നടത്തുന്നു. അപ്പോൾ കമ്പയർ ചെയ്യണം. ഒരു വിദ്യാർത്ഥിയെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന പേരൻ്റിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ചുമ്മാ കേട്ട് പരസ്യം കണ്ടുകൊണ്ട് ചാടിപ്പോയി എടുക്കുന്നതല്ലാണ്ട് എന്താണ് എൻട്രൻസ് കോച്ചിങ് എന്നു മനസ്സിലാക്കണം. അതിനകത്ത് ഏറ്റവും നല്ലവരാരാന്ന് നോക്കണം. അപ്പം ഒരാൾക്കാണ് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ കഴിവായിരിക്കും. ആണ്. ബൾക്കായിട്ട് കിട്ടുമ്പം സീരീസ് ഓഫ് റിസൾട്ടുകൾ വരുന്നത്, അത് എല്ലാ വർഷവും വരുമ്പോൾ അത് സ്ഥാപനത്തിൻ്റെ മഹത്വം കൂടിയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ നമുക്കറിയാം. നാളിതുവരെ വിദേശ രാജ്യങ്ങളിലോട്ടുള്ള ഒരു ഒഴുക്കായിരുന്നു ഇന്ത്യയിലെ യുവജനങ്ങൾക്കിടയിലെങ്കിൽ ഈ 2026 നമുക്ക് കാണുമ്പോൾ നമ്മുടെ കുട്ടികളിൽ ഇന്ത്യയിലെ തന്നെയുള്ള, അതിപ്പം IIT-കളാവാം, NIT-കളാവാം, മെഡിക്കലിൻ്റെ മേഖലകളാവാം, റിസർച്ചിൻ്റെ മേഖലകളാവാം, ഡിഗ്രി മേഖലകളാവാം, ഏത് മേഖലകളാണെങ്കിലും ഇന്ത്യയിലെ തന്നെ ഈ മികച്ച പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലോട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന് വലിയ ഒരു സാധ്യത, അവരുടെ വലിയൊരു ആഗ്രഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നാളിതുവരെ പ്രവർത്തിച്ച ഒരു മേഖലയിൽ നിന്നുകൊണ്ട് സാർ നോക്കുമ്പോൾ ബ്രില്യൻറ്റ് എന്ത് സംഭാവനയാണ് നൽകുന്നത്? ബ്രില്യൻറ്റ് എന്ന് പറയുമ്പോൾ ഗേറ്റ് വേ ഓഫ് പ്രൊഫഷണൽ കോഴ്സസ് നമുക്ക് പറയാം. അതായത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നെങ്കിലും അതുൾപ്പെടെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്കറിയാം എയിംസ് നഴ്സിംഗ്, ജിപ്മർ നഴ്സിംഗ്, AFMC,
അതുപോലെ തന്നെ CUET, ഇതിലെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നൈസർ. അതായത് ഒരു കടന്നു വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏത് മേഖലകളിലേക്കും അവന്റെ പാഷൻ അനുസരിച്ച് കടന്നു ചെല്ലാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ബ്രില്യൻ്റിൻ്റെ ഒരു യൂണീക്നെസ് ആണ്. മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാവുന്നത് ഇതിലേത് മേഖലയാണെങ്കിലും ബ്രില്യൻ്റ് 42 വർഷത്തെ എക്സ്പീരിയൻസ് അത് ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു കോഴ്സ് തുടങ്ങിയതാണ് BRക്ക്. ശരി, അത് നാഷണൽ ഫസ്റ്റ് റാങ്കുമായിട്ടാണ് ബ്രില്യൻ്റ് ഫസ്റ്റ് ബാച്ച് ഔട്ടിലേക്ക് പോകുന്നത്. ശരി, ഡിസൈനിങ് ആണൊരു താല്പര്യമെങ്കിൽ അതിൽ IITകളുണ്ട്, NITകളുണ്ട്, ആർക്കിടെക്ചറിൻ്റെ മേഖലകളുണ്ട്. അത് ചെല്ലാനായിട്ടും നമുക്കിന്ന് മികച്ച പരിശീലനം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ബ്രില്യൻറ്റിൻ്റെ വിവിധ കോഴ്സുകൾ നോക്കുവാണെങ്കിൽ JEE ബാച്ചുകൾ, മെഡിക്കൽ ബാച്ചുകൾ, എയിംസിൻ്റെ ബാച്ചുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർക്കിടെക്ചറിൻ്റെ ബാച്ചുകളിലൊക്കെ ഈ മേഖലകളിലൊക്കെ വരുമ്പോൾ ഇന്ത്യയിലുള്ള ഈ ഏത് മേഖലയിലോട്ടും കടന്നു ചെല്ലാമെന്നാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ രക്ഷിതാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും, അപ്പോൾ അത് ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ആയിരിക്കാം, ഏത് പാഷനുള്ള വിദ്യാർത്ഥികളും ആയിരിക്കാം, ഏത് സ്ട്രീമിൽ പഠിച്ച വിദ്യാർത്ഥികളുമായിരിക്കാം, വൈ ബ്രില്യൻറ്റ് എന്ന് ചോദിച്ചാൽ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്തായിരിക്കും ആദ്യ ഉത്തരം? ബ്രില്യൻറ്റ് ഈസ് ഓൾവേസ് യുണീക്ക്. ഏറ്റവും അധികം എന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം റിസൾട്ട് ലഭിക്കുന്ന സ്ഥാപനം ബ്രില്യൻ്റാണ്. അതുപോലെ തന്നെ അത് മെഡിക്കലാകട്ടെ, എഞ്ചിനീയറിംഗ് ആകട്ടെ, അത് JEE മെയിനിലും JEE അഡ്വാൻസിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് നൽകുന്ന സ്ഥാപനം ബ്രില്യൻ്റാണ്. അപ്പോൾ ഏറ്റവും അധികം എന്ന് ചോദിക്കുമ്പോൾ അടുത്ത ചോദ്യം നമ്മൾ വരുന്നുണ്ട്, ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇവിടെയല്ലേ? ആണ്. ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് അവരുടെ ലെവൽ മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് കോമ്പറ്റീഷൻ സ്പിരിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആരൊക്കെ തമ്മിലാണ് കോമ്പറ്റ് ചെയ്യുന്നത്? അത്രയധികം കുട്ടികൾ, ഇന്ത്യയിൽ ഇത്രയധികം കുട്ടികൾ കോമ്പറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു മിനിയേച്ചർ സൊസൈറ്റി ബ്രില്യൻറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച കുട്ടികൾ തന്നെയാണ് ബ്രില്യൻറ്റിൽ വന്ന് പഠിക്കുന്നത്. ആ കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നു, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നു. ഏറ്റവും മികച്ച അധ്യാപകരാണ് ബ്രില്യൻറ്റിൽ പഠിപ്പിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ ബ്രില്യൻറ്റിൽ പഠിപ്പിക്കുന്നു. ഏറ്റവും അധികം എൻട്രൻസ് എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ് ബ്രില്യൻറ്റ്. അത് നയിക്കുന്നവർ 42 വർഷമായിട്ട് ഈ ഫീൽഡിൽ മാത്രം ചിന്തിച്ച് ജാഗ്രതയോടെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ബ്രില്യൻറ്റ് നയിക്കുന്നത്. അതുപോലെ തന്നെ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്. അപ്പോൾ ഏറ്റവും അധികം റിസൾട്ട് കിട്ടുന്ന സ്ഥാപനമാണ്, ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ്, ഏറ്റവും അധികം കോമ്പറ്റീഷൻ കിട്ടുന്ന സ്ഥാപനമാണ്, ഏറ്റവും നല്ല മികച്ച അധ്യാപകർ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. ഇതിനെല്ലാം ഉപരി ഏറ്റവും അധികം വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള എയിംസ്, ജിപ്മർ, AFMC, IITകൾ, NITകളിൽ എത്തിച്ച ഒരൊറ്റ സ്ഥാപനമേ ഉള്ളൂ, അത് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററാണ്. അപ്പോൾ മറ്റൊരു ഉത്തരം അതിന് വേണ്ട, വൈ ബ്രില്യൻറ്റ് എന്നുള്ളതിന് മറ്റൊരു ഉത്തരം ആവശ്യമില്ല. ബ്രില്യൻറ്റിൻ്റെ യുണീക്നെസ്. ശരി, ഇപ്പം നമുക്കറിയാം +2 ശേഷം വിദ്യാർത്ഥികൾ ഇനി അടുത്ത മേഖല ഏത് വേണമെന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു കൺസേൺ ആണ്, രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ. കാരണം +2 ശേഷം ഞാൻ ഏത് മേഖലയാണ്, അത് ജോബ് ഓറിയൻറ്റഡ് ആവണം, എനിക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യതകൾ ഉണ്ടാവണം, അതുപോലെ തന്നെ എൻ്റെ പാഷൻ അനുസരിച്ച്, എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചൊക്കെ ഉള്ള സ്ഥാപനങ്ങളായിരിക്കണം. അപ്പോൾ +2 ശേഷം ഒരു വർഷം ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിലോട്ട് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ, അവർ ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഫെസിലിറ്റീസ് എന്തൊക്കെ നമുക്ക് ആ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും? ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ആ കുട്ടി വീട്ടിൽ നിന്ന് മാറി ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഹോംലി അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അത് കൃത്യമായിട്ടും ബ്രില്യൻ്റ് ആ ഹോംലി അറ്റ്മോസ്ഫിയറിലാണ് കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓരോ കുട്ടിക്കും വേണ്ട ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ ക്ലാസ് ടീച്ചർ വഴി, ക്ലാസ് മെൻറ്റർമാർ വഴി ക്യാമ്പസിൽ കിട്ടുന്ന അതേ ഫെസിലിറ്റി തന്നെ ഹോസ്റ്റലുകളിലും കിട്ടുന്നുണ്ട്. പിന്നെ അവരുടെ ആരോഗ്യം, ഹെൽത്ത് കെയർ, നമ്മൾ മെഡിക്കൽ ടീം തന്നെ ബ്രില്യൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സെൻറ്ററിലും മെഡിക്കൽ ടീമുണ്ട്. പിന്നെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ടീമുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്ട്രെസ് വരാം. ഇപ്പോൾ എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ടെൻഷനിലേക്ക് പോകാൻ പാടില്ല. ഒരു കാരണവശാലും ബ്രില്യൻറ്റ് കുട്ടികൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മന്ത്ലി അവരുടെ മീറ്റിങ്ങുകളുണ്ട്, കൗൺസിലർമാരായിട്ടുള്ള ഡയറക്റ്റ് മീറ്റിംഗ് ഉണ്ട്. ആവശ്യത്തിലധികം കൗൺസിലർമാർ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്റർ ഉണ്ട്. അത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ വരെ ക്ലാസ്സുകൾ നയിക്കുന്ന, വിദേശത്ത് പോയി ക്ലാസ്സുകൾ നടക്കുന്ന പ്രൊഫഷണൽ കൗൺസിലർമാരുടെ സേവനം ബ്രില്യൻറ്റിൽ 24 മണിക്കൂറും ലഭ്യമാണ്. അതുപോലെ ഒരു സാധ്യതകൾ മാത്രമല്ലല്ലോ, ആ കുട്ടിക്ക് കിട്ടുന്ന എല്ലാ സാധ്യതകളെ പറ്റിയും പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതെ. അപ്പം അവർക്ക് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവരുടെ പ്രായത്തിനൊപ്പമുള്ള സെയിം വൈബ് ഉള്ള ക്ലാസ് മെൻറ്റേഴ്സ് ഉണ്ട്, അതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, പിന്നെ കരിയർ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്, കൗൺസിലിംഗ് സപ്പോർട്ടുണ്ട്. ഇതെല്ലാം സ്ഥാപനം കൊടുക്കുന്നതോടൊപ്പം ഹെൽത്ത് കെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും മികച്ച ഭക്ഷണം, കാരണം ഏറ്റവും നല്ല എനർജറ്റിക് ആയിട്ട് ക്ലാസ്സിൽ അറ്റൻറ്റീവായിട്ട് ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ട ഏറ്റവും മികച്ച ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ബ്രില്യൻ്റ് ഉണ്ട്. അതുപോലെ ക്യാൻറ്റീൻ ഫെസിലിറ്റി, സ്നാക്ക് പാർലറുകൾ, അപ്പം ഇതെല്ലാം നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ ഒരു
ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്കെന്നും സ്കൂൾ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൾച്ചറാണ് നടന്നു വരുന്നത്. അപ്പം 12ാം ക്ലാസ് വരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ പല സ്ട്രീമിലുണ്ട്. സ്റ്റേറ്റ് സിലബസ് ഉണ്ട്, CBSE ഉണ്ട്, ISE ഉണ്ട്. അപ്പം ഇവർ എൻട്രൻസിൻ്റെ മേഖലയിലോട്ട് വരുമ്പം അതിന് പ്രത്യേക ഒരു സിലബസും എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുമുള്ള മറ്റൊരു മേഖല അവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. പല മാർക്കുകളുള്ളവരായിരിക്കാം, പല വർഷത്തെ കുട്ടികളായിരിക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് NCERT ബേസ്ഡ് കൃത്യമായിട്ട് ഇവരൊരു സിലബസിൽ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഏത് രീതിയിലാണ്? അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒത്തിരി വീഡിയോകളൊക്കെ വരാറുണ്ട്. അതിൽ നിന്ന് എല്ലാ കുട്ടികളും ഓർത്തിരിക്കുന്നതിനാണ് ഇതൊരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലി കയറാൻ മലയാണെന്നാണ്. അല്ല, ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം, അതിനുള്ള സമയമുണ്ട്. ഇപ്പം നീറ്റ് എക്സാം കഴിഞ്ഞ ദിവസം നമ്മൾ നടന്നറിയാം, 3.25 മണിക്കൂറാണ് എക്സാം. 180 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. സമാധാനപൂർവ്വം, ബുദ്ധിപൂർവ്വം, കൗശലതയോടെ ഒരു ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സമയം ധാരാളമാണ്. അപ്പോൾ ആദ്യം ഇവർ വന്നു, ഇപ്പോൾ ഒരു റിപ്പീറ്റർ ബാച്ചിൽ ഒരു വിദ്യാർത്ഥി ആദ്യം വന്നു, ഇതിനു മുമ്പ് കോച്ചിങ്ങിന് പോയിട്ടേ ഇല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആ സ്പീഡ് കൈവരിക്കാൻ സാധിക്കുകയില്ല. ആദ്യത്തെ മാസം കഴിഞ്ഞു, 2ാമത്തെ മാസം കഴിഞ്ഞു, സീരിയസ് ആയിട്ട് നമ്മൾ മോഡൽ എക്സാമുകളും മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. ആ മോക്ക് ടെസ്റ്റുകൾ എഴുതി ഒരു പ്രാക്ടീസായി വരുമ്പോഴത്തേന് ഏറ്റവും അവസാനം ചിലപ്പം ബ്രില്ലിൻ്റെ കുട്ടികൾ കണ്ടിട്ടുണ്ടോ, പരീക്ഷ വന്നു കഴിയുമ്പോഴത്തേന് ഒരു ആവറേജ് എക്സാം ഒക്കെ ആണെങ്കിൽ അവർക്ക് 15 മിനിറ്റ് അധികമായിരിക്കും. ക്ലാസ് റൂം പ്രോഗ്രാമിന് എത്രത്തോളം പ്രാധാന്യം ബ്രില്ലിൻ്റ് നൽകുന്നുണ്ട്? ബ്രില്ലിൻ്റിലെ എൻട്രൻസ് മേഖലയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അധ്യാപകരാണല്ലോ. അപ്പോൾ അവർ വെറുതെ ക്ലാസ്സിലേക്ക് വരികയല്ല, കൃത്യമായി ഹോംവർക്ക് ചെയ്ത് ഒരു ക്ലാസ്സിൽ എന്തൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് അതിനു മുമ്പേ ഇയർ പ്ലാനും മന്ത്ലി പ്ലാനും വീക്ക്ലി പ്ലാനും ഡെയിലി ഒരു 2 മണിക്കൂർ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ക്ലാസ്സിൽ അറേഞ്ച് ചെയ്യണമെന്നുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഇവർ സെറ്റ് ചെയ്ത് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവർ പ്രിപ്പയർഡ് ആയിട്ടാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥിക്ക് അത് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് ചോദിച്ചാൽ ക്ലാസ് മെൻറ്റർ വഴി ഇപ്പോൾ നാളത്തെ ദിവസം ആരാണ് ക്ലാസ്സിൽ വരുന്നത്, ഏത് ടോപ്പിക്കാണ് ക്ലാസ്സിൽ എടുക്കുന്നത്, അത് വളരെ പ്രൊഫഷണലായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രൊഫൈലിൽ വരും. അപ്പോൾ നാളത്തെ ടോപ്പിക്ക് ഏതാണെന്നുള്ളത് ക്ലാസ് ടീച്ചർ പറഞ്ഞും വിടും ആ ടോപ്പിക്ക്. അപ്പോൾ ആ കുട്ടികൾക്ക് അതൊന്ന് വായിച്ചിട്ട് വരാൻ പറ്റും. NCERT ടെസ്റ്റൊക്കെ വായിച്ചിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രൊഫഷണലായിട്ട് സമീപനമാണ് വിദ്യാർത്ഥികൾക്ക് ടൈം ടേബിളിൽ നിന്ന് പോലും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി റെഗുലറായിട്ട് NCERT ബേസ്ഡുള്ള ഏതാണ്ട് 2 മണിക്കൂർ വീതമുള്ള ഒരു 5.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളാണ് റെഗുലറായിട്ട് നടക്കുന്നത്. അതെ, നീറ്റ് സിലബസിലും ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ജെയുടെ സിലബസിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ജെ അഡ്വാൻസ് സിലബസ് ഫോക്കസ് ചെയ്ത് അങ്ങനെയുള്ള ക്ലാസ്സുകളായിരിക്കും നടക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ അയാൾ ഏത് സിലബസിൽ പഠിച്ച വ്യക്തിയാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ കൺസെപ്റ്റുകൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ക്ലാസ്സിൽ അറ്റൻഡീവ് ആകുക. അപ്പം ബാക്കി ബ്രില്ലിൻ്റെ അധ്യാപകർ നോക്കിക്കോളും. കൃത്യമായിട്ട് അവർക്കറിയാം ഏത് ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ഒരു പോയിന്റ് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, അതിൽ നിന്ന് ചിലപ്പോൾ 3, 4, 5 ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരാം. അതുവരെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സമയം കൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ കഴിയും. ഓക്കെ, അപ്പോൾ ഈ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികൾ ആ പഠിച്ച പാഠഭാഗങ്ങൾ ഹൃദ്യസ്ഥമാക്കണമല്ലോ. അതിന് എന്ത് ഫെസിലിറ്റി അതിന് അവർക്ക് 2 രീതിയാണ്. ഒന്നുകിൽ ലഞ്ച് ബ്രേക്കിന് ശേഷം അവർക്ക് ക്യാമ്പസിലിരുന്ന് വലിയ അതിവിശാലമായ റെഫറൻസ് ലൈബ്രറി ഉണ്ട്. അതുകൂടാതെ ഓരോ ക്ലാസ്സിലും ക്ലാസ് മെൻറ്ററുടെ നേതൃത്വത്തിൽ അവിടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനം. നമ്മൾ ഈ പറയുന്നതെല്ലാം ബ്രില്ലിൻ്റെ 8 സെൻറ്ററുകളിലും അവൈലബിൾ ആണ്. എല്ലാ സെൻറ്ററുകളും അവൈലബിൾ ആണ്. ബ്രില്ലിൻ്റെ ഒറ്റ രീതിയാണ്, അതായത് ത്രൂ ഔട്ട് ഓൾ സെൻറ്റേഴ്സ് സ്റ്റഡി മെറ്റീരിയലും ഫാക്കൽറ്റീസും ഫെസിലിറ്റീസും എല്ലാം നമുക്ക് ഈ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ എല്ലാം ഒരേ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ റെഫറൻസ് ഇരിക്കുന്ന കുട്ടികൾക്ക് സംശയങ്ങൾ വരാം, അപ്പോൾ തന്നെ പ്രോസസ് റൂമിൽ വന്ന് ചോദിക്കാം, അതിനുള്ള സംവിധാനമുണ്ട്. അപ്പം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അവർക്ക് വരാം, അവനവൻ തന്നെത്താൻ പഠിക്കുക എന്നുള്ളത് പറയാം. അവർ സെൽഫായിട്ടിരുന്ന് പഠിക്കുമ്പം ഉണ്ടാകുന്ന ഡൗട്ട് ഏത് സമയത്ത് വന്ന് അവിടെ പ്രോസസ് റൂമിൽ വന്ന് അവരോട് ഡൗട്ട് ചോദിച്ച് അധ്യാപകരിൽ നിന്ന് അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് കിടാം. ഇനി അതല്ലാണ്ട് ടെക്നിക്കലി നമ്മൾ പ്രൊഫഷണലി കോമ്പിറ്റൻ്റ് ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഒരു പടി കൂടെ മുന്നില്ല. നമുക്ക് AI അധിഷ്ഠിത ഡൗട്ട് ക്ലിയറിംഗ് ആപ്പ് ഉണ്ട്. അവരെങ്ങും പോകേണ്ടതില്ല, അവരുടെ ആ ടാബിൽ കൂടെ തന്നെ അവർക്ക് വേണമെങ്കിൽ ഡൗട്ട് കിട്ടും. 2, ഇനി മാനുവലായിട്ട് നമ്മളിത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രില്ലിൻ്റിലെ തന്നെ പ്രൊഫസേഴ്സ് ഓഡിയോ ആൻഡ് വീഡിയോ റെക്കോർഡ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ഡൗട്ട് അവർക്ക് അവരുടെ പ്രൊഫൈൽ അവൈലബിൾ ആകും. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് ഇപ്പോൾ ഹോസ്റ്റലിരിക്കുന്ന കുട്ടിക്കാണെങ്കിൽ പെട്ടെന്ന് ഡൗട്ട് വന്നാൽ പ്രോസസ് റൂമിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അത് മുൻനിർത്തി ബ്രില്ലിൻ്റ് ഒരുപടി മുന്നേ എറിഞ്ഞതാണ് AI അധിഷ്ഠിതമായിട്ടുള്ളതും. അതുപോലെ തന്നെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി ടീമിനെ തന്നെ ബ്രില്ലിൻ്റ് ഉണ്ടാക്കിയിട്ടിട്ട് അതിൽ കൃത്യമായിട്ട് അധ്യാപകരിരുന്ന് ഈ ലേണിംഗ് ആപ്പിൽ ഡൗട്ട് വരുന്നതിന് കൃത്യമായ മറുപടി നൽകുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള NCERT അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്ത് തീർത്തിട്ടുകളാണ് നമ്മൾ പരീക്ഷയെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ജൂൺ മുതൽ തന്നെ നമുക്ക് പരീക്ഷകളുണ്ട്, വീക്ക്ലി എക്സാമുകൾ, യൂണിറ്റ് എക്സാമുകൾ,
അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് എക്സാമുകൾ, മോഡൽ എക്സാമുകളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസംബർ വരെയുള്ള ഒരു പാറ്റേണിൽ മുഴുവൻ ക്ലാസ്സുകൾ എടുക്കുന്നു. ഇതോടൊപ്പം തന്നെ പരീക്ഷകളും ഉണ്ട്, എല്ലാ വീക്കിലും എക്സാം ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ എക്സാമുകളും, ഇപ്പോൾ നീറ്റ്, ജെഇ ആണെങ്കിലും, ജെഇ അഡ്വാൻസർ ആണെങ്കിലും, അല്ലെ ആർക്കിടെക്ചർ, ഡിസൈനിങ്, അല്ലെ CUET, ഈവൻ ഏത് എക്സാം, ഐസർ, നൈസർ, ധാരാളം സാധ്യതകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വിജയമാണല്ലോ നമുക്ക് കൂടുതൽ കാണിക്കാനായിട്ടുള്ളത്. അപ്പം എക്സാമിൻ്റെ നമ്മളുടെ ഒരു സ്ട്രക്ചർ എന്തൊക്കെയാണ് സാറേ? സ്കൂൾ കരിക്കുലം എക്സ്പീരിയൻസിൽ നിന്ന് എൻട്രൻസ് കരിക്കുലം എക്സ്പീരിയൻസിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം സംശയങ്ങളുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എനിക്ക് കിട്ടുമോ? അത് അവരാലോചിക്കേണ്ട ആവശ്യമില്ല, അവർ ചെന്ന് ചേർന്നാൽ മതി. കൃത്യമായ ഗൈഡ് ലൈൻസ് നൽകുന്നുണ്ട്. 42 വർഷമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവർ വരുന്ന് പഠിക്കുക, കൃത്യമായ ഗൈഡൻസ് ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, അതുപോലെ മെൻറ്റേഴ്സ്, പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇതെല്ലാവരും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പരീക്ഷകൾ എഴുതിയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ പരീക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞു, അത്രേ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് എഴുതി പ്രാക്ടീസ് ചെയ്യപ്പെടും. അപ്പോൾ 1 മിനിറ്റിലേക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ കൊണ്ടുവരും. അതിനാണ് ബ്രില്യൻറ്റിൻ്റെ എൻട്രൻസ് എക്സ്പീരിയൻസ് യൂസ് ചെയ്യപ്പെടുന്നത്. 1 മിനിറ്റിൽ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്യുമോ, അത് അധ്യാപകൻ 5 മിനിറ്റിൽ വേണ്ട ക്വസ്റ്റ്യൻസ് 1 മിനിറ്റ് അല്ലെ 1.5 മിനിറ്റ് എടുത്ത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും 1 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റില്ല, നമുക്കറിയാം. അപ്പോൾ ചില ക്വസ്റ്റ്യൻ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നുള്ളത് പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് വേണ്ട ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ അങ്ങനെ ആ 5 ക്വസ്റ്റ്യന് പകരം, ആ 5 മിനിറ്റ് നഷ്ടപ്പെടുന്നതിന് പകരം 1 മിനിറ്റ് പോലും വേണ്ടാത്ത 10-20 ക്വസ്റ്റ്യൻസും കാണും വേറെ. അപ്പോൾ അവിടെ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും കുട്ടികൾ പഠിക്കുന്നതും. അപ്പോൾ ബ്രില്യൻറ്റിൽ വന്ന് ചേരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എക്സാമുകൾ ഏറ്റവും കൂടുതൽ നൽകുന്ന സെൻറ്റർ ബ്രില്യൻ്റാണ്. ഒന്ന് നോക്കിയാൽ അറിയാം, ബ്രില്യൻറ്റിൻ്റെ എക്സാം ഷെഡ്യൂളുകൾ, മോഡൽ എക്സാമിൻ്റെ കാലത്തെ എക്സാം ഷെഡ്യൂളുകൾ നോക്കിയറിയാം. മറ്റ് സ്ഥാപനങ്ങളും മോഡൽ എക്സാമുകൾ നടത്തുന്നുണ്ട്, ഏറ്റവും കൂടുതൽ എക്സാമുകൾ നടത്തുന്നു. അതുപോലെ തലേദിവസം പ്രിപ്പറേറ്ററി മോഡലുകൾ, അത് ധാരാളം. ഡിസംബർ വരെയുള്ളൊരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നാണോ പരീക്ഷകൾ നടക്കുന്നത് അന്ന് വരെയുള്ള കൃത്യമായൊരു ഷെഡ്യൂളിലൂടെ വിവിധ മോഡൽ എക്സാമുകളിലൂടെയാണ് വിദ്യാർത്ഥികൾ മുമ്പോട്ട് പോകുന്നത്. ധാരാളം എക്സാമുകൾ കിട്ടും. അപ്പം നമുക്കറിയാം 2024 വളരെ സിമ്പിളായിരുന്നു, 25 ടഫായിരുന്നു, 26 മെയ് 3 ഒരു മോഡറേറ്റ് ലെവലായിരുന്നു, ജൂൺ 21 വീണ്ടും ടഫിലോട്ട് വന്നു. അപ്പം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം പുതിയ ചോദ്യങ്ങൾ ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുകയും അതിനെ അനലൈസ് ചെയ്യാനുള്ള അവൻ്റെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അതിന് ഒരു വിദ്യാർത്ഥിക്ക് എത്രത്തോളം ഒരു ഡെയിലി പ്രാക്ടീസിനുള്ള അവസരമുണ്ട്. അത് നമുക്കറിയാം. അടുത്ത മൊമെന്റിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ എൻട്രൻസിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. 2024 സാർ പറഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ള എക്സാം ആയിരുന്നു. എന്നാൽ 2025 വന്നപ്പോഴോ ചരിത്രത്തിൽ ഏറ്റവും കഠിനമായ എക്സാം ആയിരുന്നു. അതിനുശേഷം വീണ്ടും 2026 എക്സാമിൽ, ആദ്യത്തെ എക്സാം മെയ് 3 വളരെ സിമ്പിളായിട്ട് പരീക്ഷ നടക്കുന്നു, കുട്ടികളെല്ലാം വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ, അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ, കുട്ടികൾ ഇതിൽ നിന്നെല്ലാം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, സീറ്റുകളൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത്, ചിലർ ബ്രിമ്മിൽ നഷ്ടപ്പെട്ടു പോയല്ലോ സീറ്റ് എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് നീറ്റ് ക്യാൻസൽ ചെയ്യുന്ന അപ്പോൾ തന്നെ അന്ന് ഒരു വിതിൻ 1 അവർ നമ്മൾ മൊത്തം കുട്ടികളെ അറിയിച്ചു, നമ്മളിവിടെ വീണ്ടും കുട്ടികളെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. അതായത് ഓരോ പ്രോഗ്രാമുകളും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. യെസ് അത് ബാക്കിയുള്ള ആലോചിച്ചിരിക്കുന്ന സമയത്ത് ബ്രില്യൻ്റ് ഒരു പടി മുന്നിൽ ചാടും. അതായത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദി ആർട്ട് ഓഫ് ദി പോസിബിൾ എന്ന് പറയാം. അതായത് ഡിഫിക്കൽട്ട് വി അച്ചീവ് റാപ്പിഡ്ലി ആൻഡ് ഇമ്പോസിബിൾ വി ടേക്ക് എ ലിറ്റിൽ ടൈം. അതാണ് നമ്മൾ അത് അമേരിക്കൻ ഇന്റലിജൻസ് ബ്യൂറോയുടെ ആശയത്തോട് യോജിച്ചാണ് ബ്രില്യൻ്റ് പോകുന്നത്. ഒരു സുപ്രഭാതത്തിൽ എന്ത് ക്രൈസിസ് വന്നാലും അതിനെ നേരിടാനുള്ള സുസജ്ജമായ ടീമാണ് ബ്രില്യൻ്റ് കരുത്ത് വരുന്നത്. ക്വിക്ക് ഡിസിഷൻ, ഡിസിഷൻ മേക്കിംഗ്. എന്നിട്ട് നമ്മളത് കൃത്യമായിട്ട്, അപ്പോൾ അടുത്ത വർഷം നമ്മൾ ഇത് 3 രീതിയിലുള്ള പരീക്ഷകൾ കണ്ടതാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് എങ്ങനെയാണ്? സിമ്പിൾ പരീക്ഷ മാത്രം നടത്തിയാൽ മതിയോ? പോരാ. ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം മാത്രം നടത്തിയാൽ മതിയോ? പോരാ. മോഡറേറ്റ് എക്സാം നടത്തണം, സിമ്പിൾ നടത്തണം, ആവറേജ് നടത്തണം. അതായത് കട്ട് ഓഫ് നമുക്ക് 525 വരുന്ന രീതിയിലുള്ള പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്. ഇനി 651 കട്ട് ഓഫ് വരുന്ന രീതിയിലുള്ള പരീക്ഷകളും നടത്തണം. ഇനി 600 പരീക്ഷ നടത്തണം. പഴയ കാലത്തേക്ക് പോകുന്ന 495, 500 മാർക്ക് കട്ട് ഓഫ് വരുന്ന കാലത്തുണ്ടായിരുന്നെങ്കിൽ അത് നടത്തണ്ടേ? അതെല്ലാം ഞങ്ങളുടെ എക്സ്പീരിയൻസിലുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഇത് കൂടി ആലോചിച്ച് ബ്രില്യൻറ്റിൻ്റെ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ടീമുണ്ടല്ലോ, അതിൻ്റെ ആ എക്സ്പീരിയൻസ് മുഴുവൻ, അത് അധ്യാപകരും ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും കരിയർ മെൻറ്റേഴ്സും ഇനി പുറത്തുനിന്ന് എക്സ്റ്റേണലായിട്ട് ഉള്ള, അതായത് ഈ കരിയർ ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ നമുക്കറിയാം, അവരോടൊക്കെ ചോദിച്ച്, പിന്നെ നേരത്തെ പഠിച്ച നമ്മുടെ ഏറ്റവും വലിയ നമുക്കറിയാം എയിംസിലെ റെസിഡൻറ്റ് ഡോക്ടറായിട്ടുള്ള ജയ്ബൻ ജോർജ്
ചരിത്രത്തിൽ ആദ്യമായിട്ട് എയിംസിൽ ഫസ്റ്റ് റാങ്ക് നേടിയ മലയാളിയാണ്. അതോടൊപ്പം ബേസിൽ കോശി സജീവ് എയിംസിലെ റെസിഡന്റ് ഡോക്ടറാണ്. മുഹമ്മദ് മുനീർ കേരള എൻട്രൻസിൽ 960 എന്ന സ്വപ്ന സ്കോറുമായിട്ട് എയിംസിലേക്ക് പോയ വിദ്യാർത്ഥി ഇപ്പോൾ എയിംസിലെ റെസിഡന്റ് ഡോക്ടറാണ്. നീറ്റിൽ 700 കിട്ടിയ ശ്രീനന്ദ് ശർമ്മിൽ. ഇവരോടെല്ലാം നമ്മൾ കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. അവരുടെ എല്ലാം സജഷൻസ് സാർ ഉൾപ്പെടെയുള്ള ടീം നമ്മൾ അത് അധ്യാപകർക്കും കിട്ടുന്നുണ്ട്, വിദ്യാർത്ഥികൾക്കും കിട്ടുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ബ്രില്യൻ്റ് നേടാന്ന് പറയുന്നത് മുൻ വർഷങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾ ബ്രില്യൻ്റിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. അവർക്ക് വന്ന ഡ്രോബാക്കുകളും അവർക്ക് കിട്ടിയ പ്ലസ് പോയിന്റുകളും തിരിച്ചറിഞ്ഞ് അതിനകത്ത് നമ്മൾ വേർതിരിച്ച് കൃത്യമായിട്ട് ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും ജിമ്മറിൽ നിന്ന് ഡീപ്നിയ വന്ന് സംസാരിക്കുമ്പോഴായിരിക്കും വിദ്യാർത്ഥികൾ കൂടുതൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതിനുള്ള സൗകര്യം ബ്രില്യൻ്റിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വിജയിച്ചു പോയത് ബ്രില്യൻ്റിൽ നിന്നാണ്. അതുകൊണ്ട് ബ്രില്യൻ്റ് അതൊരു വ്യത്യസ്തമാക്കുന്നു. തീർച്ചയായിട്ടും 2020 ഇപ്പോൾ സാറ് മാറ്റങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ 2020 ഒരുപക്ഷെ ഓൺലൈൻ ആക്കിയേക്കാന്ന് പറയുന്നത്. ആ ഓൺലൈൻ തന്നെ ഏത് രീതിയിലാണ്, ഹൈബ്രിഡ് ആണോ അതോ ഓൺലൈനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് OMR തന്നെ മാർക്ക് ചെയ്യുന്നതാണോ? നമുക്കിതുവരെ 2007 ഒരു പ്ലാൻ വ്യക്തമല്ലെങ്കിൽ പോലും ബ്രില്യൻ്റ് എത്രത്തോളം ബഹുഘാതം മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുന്നു. ആ ഓൺലൈനിനെ പറ്റി, ഓൺലൈൻ ഫെസിലിറ്റിയെ പറ്റി നമുക്കൊന്ന് സംസാരിച്ചാലോ? യെസ് സാർ, അത് ഓൺലൈൻ ഫെസിലിറ്റിക്ക് വേണ്ടി നമുക്ക് ഇനി പുതുതായിട്ടൊന്നും ഒരുങ്ങേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡിലേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയപ്പോൾ തന്നെ 5000-ലധികം കമ്പ്യൂട്ടറുകൾ വാങ്ങി നമ്മുടെ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവൻ കമ്പ്യൂട്ടർ സെന്ററുകളും കമ്പ്യൂട്ടർ ലാബുകളായിട്ട് തന്നെ സുസജ്ജമാണ് എല്ലാ സെന്ററിലും ഉണ്ട്. അതുകൂടാതെ ഇനി വരുന്നത് നമുക്ക് ടാബ് അവൈലബിൾ ആണ്. ക്ലാസ് റൂമും ഹോസ്റ്റലും വൈഫൈ ആണ്. ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ ഇരട്ടിയാക്കും. അപ്പം അത് എല്ലാ കുട്ടിക്കും, ഒരു കുട്ടിക്ക് ഒരു കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിലേക്ക് ബ്രില്യൻ്റ് കാര്യങ്ങൾ ഓടിക്കും. ഇപ്പൊ തന്നെ ടാബ് അവൈലബിൾ ആണ്, വൈഫൈയും അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കിട്ടും. അതിനെക്കുറിച്ച് കുട്ടികളെ സന്ദേഹപ്പെടേണ്ട ഒരാവശ്യമില്ല. 2027 ഒരു പക്ഷേ നീറ്റ് ഫുൾ ഓൺലൈൻ ആയിരിക്കാം. അതല്ലെങ്കിൽ ഓൺലൈനിൽ ടാബിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് OMRൽ റീഡ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം സെന്ററിൽ തന്നെ എടുത്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് OMRൽ എഴുതുന്ന രീതി ആയിരിക്കാം. ഈ 3 രീതിയാണെങ്കിലും ബ്രില്യൻ്റ് അത് അടുത്ത വർഷത്തെ കുട്ടികൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ ഇത് 3 രീതിയിലും നമ്മൾ ചെയ്തുകൊണ്ട് എങ്കിലും OMRൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കൂടുതൽ പ്രാധാന്യം. കാരണം നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് എഴുതുന്നതിനും നമ്മൾ ആൻസർ ഏറ്റവും പെട്ടെന്ന് വളരെ ശ്രദ്ധയോടുകൂടി മാർക്ക് ചെയ്യുന്നതിനും OMRൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഏത് മാറ്റം വന്നു കഴിഞ്ഞാലും അതനുസരിച്ച് നമുക്ക് ഓൾറെഡി ഫെസിലിറ്റികൾ ആയിട്ടുണ്ട് താനും. നമുക്കിപ്പം ഹോസ്റ്റലിലോട്ട് നമുക്ക് കടന്നു നിന്ന് കഴിഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ പലതരത്തിലുള്ള ഹോസ്റ്റൽ സംവിധാനമുണ്ട്, ഹോസ്റ്റൽ വാർഡന്മാരുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സംവിധാനങ്ങളെ എങ്ങനെ കുട്ടിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പഠിത്തത്തിൻ്റെ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ? പഠിത്തത്തിൻ്റെ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റലിലേക്ക് ചെന്നാൽ ആ ഹോസ്റ്റലിൽ കുട്ടിക്ക് വേണേൽ റൂമിലിരുന്ന് പഠിക്കാം. ഒരു കുട്ടിക്ക് വേണ്ട സ്റ്റഡി ടേബിള്, റാക്കുകളെ, ആൾക്ക് വേണ്ട ഏറ്റവും നല്ല സൗകര്യങ്ങൾ, ബെഡുകൾ, ഇതെല്ലാം നമുക്ക് ആ റൂമിൽ അവൈലബിളാണ്. അപ്പോൾ ചില റൂമുകളിൽ 2 പേര്, ചിലടത്ത് വലിയ റൂമാണെങ്കിൽ 3 പേര്, അങ്ങനെയുള്ള സംവിധാനങ്ങളാണല്ലോ ഉള്ളത്. പഠിക്കാനുള്ള എല്ലാ അന്തരീക്ഷങ്ങളും അപ്പുറത്ത് പഠനത്തിനുള്ള ഒരു ഏറ്റവും നല്ലൊരു ആംബിയൻസ്. എന്തായാലും ആ കുട്ടിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. ഇനി അതല്ല, സ്റ്റഡി ഹാളിൽ പോകണം. അതെല്ലാ ഹോസ്റ്റലുകളിലും ലൈബ്രറികളും ഉണ്ട്. അത് നമ്മുടെ ബ്രില്യൻ്റിൽ ലൈബ്രറി കൂടാതെയാണ് ഹോസ്റ്റൽ ലൈബ്രറികൾ. അത് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലാണെങ്കിലും കൺട്രോൾഡ് ഹോസ്റ്റലാണെങ്കിലും അവിടെ ലൈബ്രറികളുണ്ട്. അവിടുന്ന് ബുക്കുകൾ എടുക്കാം. എൻട്രൻസ് മേഖലയിലെ അവൈലബിൾ ആയിട്ടുള്ള, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുക്കുകളും നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടെന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് ബുക്ക് എടുത്ത് റഫറൻസ് സൗകര്യം ക്യാമ്പസിലുള്ളതുപോലെ തന്നെ സ്റ്റഡി ഹാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വാർഡനായിരിക്കും. അവിടെ വാർഡൻ്റെ മേൽനോട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഈ ശനിയും ഞായറും നമുക്കറിയാം ഒരു റെഫറൻസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആ ആഴ്ച പഠിച്ചതിൻ്റെ വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കുകയും തിങ്കളാഴ്ചത്തെ എക്സാമിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യേണ്ടതാണ്. ഡിസംബർ വരെയുള്ള ശനിയും ഞായറെന്നും പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നതാണോ അതോ ക്യാമ്പസിലോട്ട് വന്നിട്ടുള്ള റെഫറൻസ് സൗകര്യമുണ്ടോ? എങ്ങനെയാണ് ഈ വീക്ക്ലി 2 ഡേയ്സിനെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത്? അത് കുട്ടിയുടെ ചോയ്സാണ്. കുട്ടിക്ക് താല്പര്യം ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാനാണെങ്കിൽ അവിടെ വാർഡൻ ഉണ്ടാവും. കാരണം ഒരു ഹോസ്റ്റലിൽ ഒരു വാർഡനല്ലോ ഉള്ളത്. 3, 4, 5, ചില ഹോസ്റ്റലിൽ 8 വാർഡന്മാർ വരെയുള്ള ഹോസ്റ്റലുകളുണ്ട്. അത് കുട്ടികളുടെ സ്ട്രെങ്ത് അനുസരിച്ചാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എനിവേ ഒരു 40 കുട്ടിക്ക് ഒരു വാർഡൻ എന്നുള്ള രീതിയിൽ കുട്ടികളെ നോക്കാനായിട്ട് വാർഡന്മാരുണ്ട് ഹോസ്റ്റലിൽ. അപ്പോൾ ആ കുറച്ച് വാർഡന്മാർ ഹോസ്റ്റലിലേക്ക് നിന്ന് ക്യാമ്പസിലേക്ക് കുട്ടികളെ കൊണ്ടുവരും. അപ്പോൾ എല്ലാം അത് കുട്ടികൾ ക്യാമ്പസിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് എണ്ണം എടുത്ത് എത്ര പേര് വരുന്നുണ്ട് അതെല്ലാം നേരത്തെ റെഫറൻസിൻ്റെ ഇൻചാർജിനെ അറിയിച്ച് അവർ ലിസ്റ്റുമായിട്ട് വാർഡന്മാരാണ് കുട്ടികളായിട്ട് വരുന്നത്. തിരികെ അവർ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. നമുക്ക് ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയലോട്ട് വന്നു കഴിഞ്ഞാൽ സാറ് പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്റ്റഡി മെറ്റീരിയൽ പാക്കേജാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. ഈ സ്റ്റഡി മെറ്റീരിയൽ പാക്കേജ് എങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞു നീറ്റിൻ്റെ സിലബസ് അല്ലെങ്കിൽ ജെയുടെ സിലബസ് അനുസരിച്ചാണ്. അപ്പം നാളത്തെ ടോപ്പിക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് ക്ലാസ് മെൻറ്റർ പറഞ്ഞാണ് വിടുന്നത്. അപ്പോൾ ആ കുട്ടി ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരണം.
കാരണം +1 പഠിച്ച ടോപ്പിക്കുകളാണ് +2 പഠിച്ചാണ്. +2 ഇപ്പോൾ ഓർത്തിരിപ്പുണ്ടെങ്കിലും +1 ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇപ്പോൾ ഉണ്ടാകണമെന്നില്ല, ചിലർക്കുണ്ടാവാം. അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരണം. അപ്പോൾ വായിച്ചിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാവും, ചിലത് മനസ്സിലാകില്ല. അപ്പോൾ ആ മനസ്സിലാകാത്ത കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അപ്പം മനസ്സിലായതാണ് ഒന്നുകൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. എന്താണോ കുട്ടിക്ക് മനസ്സിലാകാത്തത് അത് ക്ലാസ്സിൽ അധ്യാപനം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേന് അവർക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അവർ നോട്ട് ചെയ്തുകൊണ്ട് വന്നാൽ അവിടെ ചോദിക്കാനുള്ള അവസരമുണ്ട്. അത് ക്ലാസ് നോട്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ എൻട്രൻസ് വ്യൂ പോയിന്റിലാണ് പഠിപ്പിക്കുന്നത്. അവർ സ്കൂളിൽ പഠിച്ചത് തിയറി ബേസ്ഡാണ്. അപ്പോൾ നമ്മൾ തിയറിയിലാണ്, അതുപോലെ തന്നെ ആ തിയറിയിൽ നിന്ന് എങ്ങനെ ഇത് ഷോർട്ട് ആൻഡ് പ്രിസൈസിലേക്ക് ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. കോംപ്ലക്സിൽ ടു സിമ്പിൾ, എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് കൺസെപ്റ്റിനെ സിമ്പിളാക്കി മാറ്റുക. അപ്പോൾ ആ രീതിയിലാണ് ബ്രില്യൻറ്റിൻ്റെ അപ്രോച്ച്. പിന്നെ കുട്ടികൾക്ക് മാക്സിമം ഇരുന്ന് പഠിക്കാൻ കൊടുക്കുക. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന പ്രാഗ്മാറ്റിക് ഫിലോസഫി തന്നെ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഈ ബ്രെയിൻ പോയിന്റർ പോലെ അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലെ അല്ലെങ്കിൽ വർക്ക് ബുക്ക് പോലെയുള്ളതൊക്കെ വിദ്യാർത്ഥികൾ എത്രത്തോളം അവർ 700 മാർക്കിന് മുകളിലുള്ളതും 600 മാർക്കോ 500 മാർക്കോ 400 മാർക്കോ ഒക്കെ നമ്മുടെ ക്യാമ്പസിലുണ്ട്. ഇവരെങ്ങനെയാണ് ഈ ബുക്കുകളെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിരിക്കുന്നത്? വർക്ക് ബുക്ക് എത്രത്തോളം വിദ്യാർത്ഥികൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു എഫക്റ്റീവ് സ്റ്റഡിക്ക് ഉപകാരപ്രദമാകും? പല രീതിയിലുള്ള മാർക്ക് ക്രൈറ്റീരിയ ഉണ്ടാവും. അതായത് ഫുൾ മാർക്ക് കിട്ടിയവരുണ്ടാവും, 95% കിട്ടിയവരുണ്ടാവും, 93% ഉള്ളവരുണ്ടാവും, 90% ഉള്ളവരുണ്ടാവും, പല സ്ട്രീമിൽ പഠിച്ചവരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരേ രീതിയിൽ, അതായത് അവരുടെ ആ സ്റ്റഡിങ് അല്ലെങ്കിൽ ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ട് ആ ക്ലാസ്സിലെ ഒരു അവസാനത്തെ കുട്ടിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് ഉറപ്പാക്കിയിട്ടാണ് അടുത്ത കൺസെപ്റ്റിലേക്ക് അധ്യാപകർ പോകുന്നത്. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉള്ളതുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവും. അതിനുശേഷമാണ് കുട്ടികളുടെ സെൽഫ് സ്റ്റഡിയാണ്. ആ സെൽഫ് സ്റ്റഡിയിലാണ് അവർ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പം ഒരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ കുറേ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ ഇത് ഷോർട്ടായിട്ട് ചെയ്യാന്നുള്ളതും കൂടെ അധ്യാപകം പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരിത് പ്രാക്ടീസ് ചെയ്യുക, വേറെ ക്വസ്റ്റ്യനിൽ ഇത് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്ത് അതാ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞത്. ചെയ്ത് പ്രാക്ടീസ് ആവുക. അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയമുണ്ട്, വൈകിട്ട് സമയമുണ്ട്. കൃത്യമായ ഒരു സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്നത് കുട്ടി ഉണ്ടാക്കണം. ബ്രില്യൻ്റ് ഒരിക്കലും ഒരു കുട്ടിയെ ഇന്ന സമയത്ത് ഇത്ര പഠിക്കണം, ഇന്നത്തെ ബ്രേക്ക് ഉള്ളെന്നൊക്കെ ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യാറില്ല. അത് കുട്ടിയുടെ താല്പര്യമാണ്. ആ കുട്ടി കൃത്യമായിരുന്നു പഠിക്കും. അതായത് നമുക്കറിയാം ഇത് ഈ ഫീൽഡ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഉള്ളതാണ്. അപ്പോൾ കുട്ടികൾ കൃത്യമായിട്ടിരുന്ന് പഠിക്കുക, ആവശ്യത്തിനുള്ള ഇൻ്റർവെൽ എടുക്കുക. അത് എത്ര സമയമാണോ, ഇങ്ങനെ ലിമിറ്റഡ് ടൈം അങ്ങനെയൊന്നുമില്ല. അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇരുന്ന ആവശ്യത്തിന് അവർക്ക് പഠിക്കാം. പഠിച്ച് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. മിനിമം ഒരു 6-6.5 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ട് കുട്ടികളെല്ലാവരും തന്നെ. ചിലർ 7-8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. അവരുടെ ആ പ്രൈവസിയിലൊന്നും ബ്രില്യൻ്റ് ഒരിക്കലും നമ്മളാരും ഇടപെട്ടിട്ടില്ല, ഇടപെടുകയുമില്ല. അത് ഇവിടെ പഠിച്ച കുട്ടികൾക്കും ഇതിന് മുമ്പ് പഠിച്ച കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒക്കെ അറിയാവുന്നതാണ്. അതേ രീതി, അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ കുട്ടി ഉണ്ടാക്കി കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് ഉള്ള പഠനമാണ് ബ്രില്യൻ്റ് നൽകുന്നത്. ഇനി മാത്രമല്ല ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കോർഡിനേറ്റേഴ്സും എല്ലാവരും ഹോസ്റ്റലുകളിൽ പോകും, ഹോസ്റ്റൽ മീറ്റിങ്ങുകൾ നടത്തും. അവിടെ പോയി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യും. നേരത്തെ പഠിച്ച കുട്ടികളുടെ പ്ലാനുകൾ എന്തായിരുന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അത് കൂടാതെ ഇവർക്ക് അത് ആ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ ആ കുട്ടികൾ പാട്ട് പാടുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പാട്ട് പാടിക്കാറുണ്ട്, ഡാൻസ് കളിക്കാറുണ്ട്. അത് മാസത്തിൽ 1-2 തവണ ഹോസ്റ്റൽ വിസിറ്റിൽ അങ്ങനെ ഒരു സംവിധാനങ്ങളും കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മളെ ക്ലാസ്സെല്ലാം തീരുന്ന സമയമുണ്ടല്ലോ, അത് ബ്രില്യൻറ്റിൻ്റെ ഫെയർവെൽ പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ. അത് ക്രിസ്മസ് സെലിബ്രേഷനുണ്ട്, ഓണം സെലിബ്രേഷനുണ്ട് കുട്ടികൾക്ക് ഹോസ്റ്റലുകളിൽ. ക്യാമ്പസിലെ അവസാനം ക്ലാസ് എല്ലാം തീർന്ന് കഴിയുമ്പോൾ ഫെയർവെൽ എന്ന് പറയുന്നത് ഒരു സ്കൂൾ കലാമേളയെ കഴിഞ്ഞും വലിയൊരു സംഭവമാണ് ബ്രില്യൻറ്റിൽ അരങ്ങേറുന്നത്. കാരണം അത്രത്തോളം കുട്ടികളിവിടെ പഠിക്കുന്നു, ടാലന്റായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നു. അതെ. കേരള സംസ്ഥാനത്തിലെ പല കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയേക്കുന്ന ആളുകളൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് മിമിക്രി ആയിക്കോട്ടെ, മോണോക്രി, ഇതെല്ലാം പല കാര്യങ്ങളിൽ, ഡാൻസ് ആയിക്കോട്ടെ, പ്രൊഫഷണലിസത്തിൽ വരുന്ന കുട്ടികളാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം പ്രൊഫഷണലി മിടുക്കരായിട്ടുള്ള കോമ്പറ്റൻ്റ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നത് കൊണ്ട് അതെല്ലാം അവർക്കൊരു ഫ്രീ മൈൻഡോടെ ഇവിടെ പഠിച്ച് ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് പോകാനുള്ള മാനസിക ആരോഗ്യവും ഇതോടൊപ്പം നൽകുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ക്ലാസ് റൂം ഫെസിലിറ്റികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ലോകത്ത് എവിടെ നിന്നും ബ്രില്യൻറ്റിൻ്റെ കൂടെ ഒപ്പം സഞ്ചരിക്കാനായിട്ടുള്ള ഓൺലൈൻ ബാച്ചുകൾ, ഏതൊരു ക്ലാസ്സിലാണെങ്കിലും ഓൺലൈൻ ബാച്ചുകളുണ്ട്. അപ്പം ഈ സൗകര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എങ്ങനെ ഓൺലൈൻ ബാച്ചിൽ നിലനിർത്താനായിട്ട് സാധിക്കും? അതെ ലോകത്ത് ഏത് കോണിലിരുന്നും ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സുകൾ എനി ടൈം അവർക്ക് അക്സസ് ചെയ്യാം. അതിനൊരു പരിധി വരെ കാരണം കോവിഡാണ്. ബ്രില്യൻറ്റ് ഇങ്ങനെ അല്ലായിരുന്നു. അപ്പം അല്പം കൂടി പ്രൊഫഷണൽ നമ്മളെ ആക്കിയത് കോവിഡാണ്. കോവിഡ് കാലഘട്ടത്തിൽ ആര് എന്ത് ചെയ്യും, മുന്നോട്ടുള്ള വഴി എന്തെന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഡയറക്ടേഴ്സ് പെട്ടെന്ന് മീറ്റിംഗ് കൂടി ഇതുപോലെ തന്നെ ക്വിക്ക് ഡിസിഷൻ അവിടെ 2020 മാർച്ച് 10 കോവിഡ് കാരണം ക്യാമ്പസ് അടയ്ക്കുന്നെങ്കിൽ
16-ാം തീയതി മോഡൽ എക്സാം ഉണ്ട്. ആ മോഡൽ എക്സാമിന് തലേ ദിവസം വൈകിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, രാത്രി അവിടെ അന്ന് 10,000 കുട്ടികൾ ബുള്ളിലുണ്ട്. ആ 10,000 കുട്ടികൾക്കും സ്റ്റുഡൻ്റ് ഐ ഡി വെച്ച് കൃത്യമായിട്ട് പിറ്റേ ദിവസം എക്സാം എഴുതാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്ത അന്നത്തെ ഓഫ്ലൈൻ എക്സാം നമ്മൾ ഓൺലൈനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഇ ലേണിംഗ് ആപ്പ് വരുന്നു. വളരെ കൃത്യമായിട്ട് ഇ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഞാൻ 2021 ഫെബ്രുവരി 18-ാം തീയതി അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയ്സ് സാറാണ് എറണാകുളത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തത്. എൻട്രൻസ് മേഖലയിൽ കുട്ടികൾക്ക് സപ്പോർട്ടുള്ള ഏറ്റവും വലിയ ഒരു അസറ്റാണ് ബുള്ളിൻ്റെ ഇ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. 4.9 ആണ് അതിൻ്റെ റേറ്റിംഗ്. അത് 7 സെറ്റോളം വീഡിയോ ക്ലാസ്സുകളാണ്. അത് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിൻ്റെയാണ്, ഒരു ചാപ്റ്ററിൽ 7 അധ്യാപകരെടുത്ത ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, വീഡിയോ സൊല്യൂഷൻസ്, നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻ ചെയ്ത് ചെയ്യാനായിട്ട് കസ്റ്റം ടെസ്റ്റുകൾ അതെല്ലാം ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വിത്ത് വീഡിയോ സൊല്യൂഷൻ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, ഇതെല്ലാം ഉള്ള ഒരു ഇ ലേണിംഗ് ആപ്പ് കുട്ടികൾക്ക് ബ്രില്യൻ്റിൽ അഡ്മിഷൻ നേടുന്നവർക്ക് മാത്രം അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഓൺലൈൻ ബാച്ചുകൾക്കും ഈ ഫെസിലിറ്റികളെല്ലാം ടൈം ടേബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ, എക്സാമുകൾ, ഒരു ക്ലാസ് മെന്റർഷിപ്പ്, ഇതെല്ലാം ഓൺലൈൻ ബാച്ചുകളിൽ നടക്കുന്നുണ്ട് ഏറ്റവും നന്നായിട്ട് കൃത്യമായിട്ട്. അതായത് ഓൺലൈൻ ബാച്ച് ആണെങ്കിൽ അതിൻ്റെ ക്ലാസ് മെന്റർ ഉണ്ടാവും, അതുപോലെ തന്നെ കോർഡിനേറ്റർ ഉണ്ടാവും. ഇനി ഓഫ്ലൈൻ പരീക്ഷയിൽ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ അവർ ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അവരെ വീട്ടിലേക്ക് അവരുടെ പേരൻസിനെയും കുട്ടിയെയും ആഴ്ചയിൽ 2 പ്രാവശ്യം പേരൻറ്റിനെ ക്ലാസ് മെന്റർ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ഞായറാഴ്ചകളായിരിക്കും അവിടെ എക്സാം നടക്കുക. അന്ന് വൈകിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ഇറങ്ങും. അതായത് പരീക്ഷ എഴുതുന്ന 2 മണിക്കൂറിനുള്ളിൽ ബ്രില്യൻ്റ് അതിൻ്റെ റിസൾട്ട് ഇറക്കും. ആ റിസൾട്ട് ഇറക്കി കഴിഞ്ഞാൽ ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ കൃത്യമായിട്ടൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അത് പേരൻസിനും കുട്ടിക്കും കൂടെ, ഓൺലൈൻകാർക്കാകുമ്പോൾ അവർക്ക് പേരൻസിനും കുട്ടികളും കൂടെ ഒരുമിച്ചിരുന്ന് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെ ബെർലിനിലോട്ട് എൻറോൾ ചെയ്യുമ്പോൾ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം എന്താണ് ബെർലിനിലോട്ട് എൻറോൾ ചെയ്യാനുള്ള ഒരു വിദ്യാർത്ഥിയുടെ ക്രൈറ്റീരിയകൾ എന്ന് പറയുന്നത്? ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പഠിക്കാനുള്ള താല്പര്യമാണല്ലോ എല്ലാത്തിനും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ എല്ലാവർക്കും താല്പര്യം വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ സീറ്റുകൾ ലിമിറ്റഡാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന ആൾക്കെന്നുള്ളതല്ല, അവിടെ ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത് ഇത്ര ശതമാനത്തിന് മുകളിൽ കിട്ടുന്നവർക്കാണ് കൂടുതലും നമുക്ക് കിട്ടിക്കണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ താഴെ മാർക്കുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ വിരളമായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന വേറെ ആൾക്കാരും. അതെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, എൻട്രൻസ് മെഡിക്കൽ മാത്രം നോക്കിയല്ല വരുന്നത്. ചിലപ്പോൾ എയിംസ് നഴ്സിംഗിന് വരുന്നുണ്ടാകാം, CUETക്ക് വരുന്നവരുണ്ടാകാം. അപ്പോൾ ഇവർക്കൊന്നും ഇത് പ്രശ്നമൊന്നുമല്ല. ബ്രില്യൻ്റ് ആർക്കും അഡ്മിഷൻ കൊടുക്കും. പക്ഷേ അവിടെ പറഞ്ഞേക്കുന്നത് ഡേ സ്കോളർ ആണെങ്കിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കും. നമുക്ക് ഹോസ്റ്റൽ സൗകര്യത്തിൻ്റെ വെച്ചാണ് ക്രൈറ്റീരിയ വെച്ച് മാർക്ക് കൊടുക്കുന്നത്. ഓൺലൈൻ ഫെസിലിറ്റി എല്ലാവർക്കും ഉണ്ട്. ഓൺലൈൻ ബാച്ചുകൾ എല്ലാവർക്കും ഓപ്പൺ ആണ്. അപ്പോൾ അടുത്ത വർഷം ഓൺലൈൻ ആകുമ്പോഴത്തേനും ഓൺലൈൻ ബാച്ചുകൾ അവർക്ക് പ്രിഫർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് മാർക്ക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സിലബസിൽ നമുക്കറിയാം 88% മാർക്കാണ് ബ്രില്യൻ്റ് ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിരിക്കുന്നത്. CBSE അത് 70% മാർക്കാണ് വെച്ചിരിക്കുന്നത്. അതെ, CBSE നമുക്കറിയാം പരീക്ഷ വാല്യുവേഷന്റെ പ്രശ്നം കൊണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നാൽ നമ്മളത് മനസ്സിലാക്കി അതിനകത്ത് ഇടപെടണമല്ലോ. അതുകൊണ്ട് 70% ആണ് വെച്ചിരിക്കുന്നത്. ISC സിലബസിലാണെങ്കിൽ 80% ആണ് വെച്ചിരിക്കുന്നത്. ഇനി ആ ക്രൈറ്റീരിയ ഇല്ലെങ്കിൽ അവർക്ക് നമുക്ക് നേരത്തെ സ്ക്രീൻ ടെസ്റ്റ് നടത്തിയ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു എൻട്രൻസിന് അവരുടെ അക്കാഡമിക് എലിജിബിലിറ്റി പ്രൂവ് ചെയ്താലും മതി. അതുകൂടാതെ ഇവർക്ക് ഡേ സ്കോളറായിട്ട് വരാം. ഡേ സ്കോളർ, അതായത് ആ നാട്ടിലുള്ളൊരു കുട്ടിക്ക് ഏത് ക്യാമ്പസ് വരുന്നതിനും പ്രശ്നമില്ല. അതുപോലെ ഇനി SC കാറ്റഗറി കുട്ടിക്ക് അതിന്റെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിപ്പീറ്റേഴ്സ് നമ്മുടെ ക്യാമ്പസിൽ പഠിച്ചവരുണ്ടാകാം, വേറെ ക്യാമ്പസിൽ പഠിച്ചവരുണ്ടാകാം. അവർക്കൊക്കെ 400 മാർക്കിന് മുകളിൽ, ഇത്തവണത്തെ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് 400 മാർക്കിന് മുകളിലുള്ള കുട്ടിക്ക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്കോളർഷിപ്പോടുകൂടി ഇവർക്ക് പഠിക്കാനുള്ള സംവിധാനമാണ് കൊടുക്കുന്നത്. സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിലോട്ടൊന്ന് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാച്ചിലൊരു 70 പേര് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 45ഓളം കുട്ടികൾ ഇതിന്റെ ബെനിഫിഷ്യറീസ് ആണ്. അപ്പം ഏതൊക്കെ രീതിയിലാണ് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആയിട്ട്? നമ്മൾ ഒന്ന് +2 മാർക്കിന്റെ ബേസിലുള്ള സ്കോളർഷിപ്പ് സ്കീമുണ്ട്. അത് 100% വരെ, 10% തൊട്ട് 100% വരെ +2 മാർക്കിന്റെ ബേസിൽ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി +2 കഴിഞ്ഞിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് അവരുദ്ദേശിച്ച സ്കോർ കിട്ടിയില്ല, കട്ട് ഓഫിന് തൊട്ട് താഴെ വന്നു, അയാൾ മൊത്തം ഫീസ് അടച്ച് പഠിക്കുന്നത് ശരിയല്ല, ഒരു വർഷം അതിന് വേണ്ടി മെനക്കെട്ടതുമാണ്. അപ്പോൾ അയാൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം. അപ്പോൾ ആ കുട്ടിക്ക് സ്കോളർഷിപ്പ് നമ്മൾ നൽകുന്നുണ്ട്. അത് 400 മാർക്ക് എന്നുള്ളതാണ് നമ്മളിപ്പോൾ അതിൻ്റെ ബാരിയർ വെച്ചിരിക്കുന്നത്. അപ്പോൾ 400 മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്ക് തൊട്ട് സ്കോളർഷിപ്പ് കിട്ടി തുടങ്ങും. അത് പഠിച്ചതിൻ്റെ അതൊരു 100% വരെയുള്ള സ്കോളർഷിപ്പുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ബ്രില്യൻ്റിൽ തന്നെ പഠിച്ച കുട്ടിയാണെങ്കിൽ അവരുടെ കോഴ്സ് ഫീസിൻ്റെ 50% നമ്മൾ അവിടെ
അഡ്മിഷന് എലിജിബിൾ ആണോ അവർക്ക് നൽകുന്നുണ്ട്. ശരി ശരി. യെസ്. ഓക്കെ. അപ്പം +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലും എൻട്രൻസിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും ബെർലിനിൽ ലോങ് ടൈം ബാച്ചിൽ പഠിച്ചവർക്ക് അതിന്റെ പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ക്രാഷ് ബാച്ചിൽ പഠിച്ചവർക്ക് പോലും നമ്മൾ അതിൻ്റെ ഒരു എമൗണ്ട് ഫീസ് കുറവ് വരുത്തുന്നുണ്ട്. സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചോളം എപ്പോഴെങ്കിലും ഒരു ക്രൈറ്റീരിയ ആയിട്ട് വന്നാൽ ബെർലിൻ്റെ എങ്ങനെയാണ് ആ വിദ്യാർത്ഥികളോട്, ആ രക്ഷിതാവിനോട് ഒരു തൻ്റെ ഉത്തരവാദിത്വം, സമൂഹത്തിനുള്ള ഒരു ഉത്തരവാദിത്വം ബെർലിൻ്റെ എങ്ങനെയാണ് പ്രകടമാക്കുന്നത്? നാഷണൽ വൈഡ് ആയിട്ട് നമ്മൾ നോക്കിയാൽ എൻട്രൻസിൻ്റെ ഫീസ് വളരെ കൂടിയതാണ്. ശരി. എന്നാൽ അഫോർഡബിൾ പ്രൈസാണ് ബെർലിൻ്റെ കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നത്. അതെ അതെ. അത് തന്നെ അത്രയും ഫീസ് താങ്ങാനാകാത്തവർ സമൂഹത്തിലുണ്ട്. അപ്പോൾ സമൂഹം എന്നായിട്ട് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണല്ലോ. അപ്പോൾ ആ സമൂഹത്തിലുള്ള എല്ലാവരും ഉൾക്കൊള്ളാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രീതിയിൽ ബെർലിൻ്റെ എക്കാലവും മുന്നിൽ നിന്നിട്ടുണ്ട്. അത് കേരളത്തിൽ പ്രളയം വന്നു, ബെർലിൻ്റെ 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നൽകിയതാണ്. അതുപോലെ തന്നെ വയനാട് ഉരുളുപൊട്ടി. അപ്പോൾ അവിടെ എല്ലാം ബെർലിൻ്റെ കൈത്താങ്ങാകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഏത് പ്രോജക്റ്റുകളിലും ബെർലിൻ്റെ കൈത്താങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ആളെയും കൂടെ കണ്ടുകൊണ്ട് വേണം ഒരു സ്ഥാപനം നടത്തുവാൻ എന്നുള്ളത് ഈ സ്ഥാപനം നയിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഏറ്റവും താഴെത്തട്ടിലുള്ളൊരു മനുഷ്യനായിക്കോട്ടെ, അവൻ്റെ കുട്ടി പഠിക്കുന്നതാണോ, ഇതിനൊരു MBBS എഞ്ചിനീയറിങ്ങോ CUET എന്തോ ആയിക്കോട്ടെ, അവർക്ക് ആഗ്രഹമുണ്ടോ, ബെർലിനെ അപ്രോച്ച് ചെയ്താൽ സ്റ്റുഡൻറ്റ് മൈത്രി പ്രോഗ്രാം അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കും. അത് അന്വേഷണത്തിൽ സത്യസന്ധമായിട്ട് വന്നിരിക്കുന്ന ആ കേസുകൾക്ക് മുഴുവൻ കഴിഞ്ഞ വർഷം നമ്മൾ 10 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുക. അതായത് സാമ്പത്തികം ഒരു മാനദണ്ഡമല്ല എൻട്രൻസ് പഠിക്കുന്നതിന്. ആരും ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. അത് ആ രീതിയിൽ അവിടെ പലിശക്കെടുത്തൊന്നും വന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിച്ച എന്തുമാത്രം ആളുകളുണ്ട്. പെട്ടുമുടിയിലെ ഗോപിക, പത്രം വിറ്റ് നടന്ന റിസ്വാന, അതുപോലെ ഒരു വേള ഹോട്ടലിൽ ജീവനക്കാരനായിട്ട് പോയ സൗരവ്, അതൊക്കെ നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന മുഖങ്ങളാണ്. അത് ഏറ്റവും നല്ല ക്രീമായിട്ടുള്ള റിസൾട്ടും കൂടെ വരുത്തി. അപ്പോൾ അങ്ങനത്തുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ബെർലിനിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക ഒരു പ്രശ്നമല്ല. അപ്പോൾ ആരുടെയും സ്വപ്നങ്ങൾക്ക് സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു വിലങ്ങുതടിയല്ല. ധൈര്യമായിട്ട് അക്കാഡമിക്കലി നിങ്ങളത് പ്രൂവ് ചെയ്യാമെങ്കിൽ, അല്ലെ, അക്കാഡമിക് നിലവാരമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബെർലിൻ്റെ ക്യാമ്പസിലോട്ട് കടന്നു വരികയും ചെയ്യാം. ബെർലിൻ്റെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിന് നമുക്കറിയാം കേരളത്തിൽ തന്നെ 8 സെൻറ്ററുകളാണ്, ഓഫ്ലൈൻ സെൻറ്ററുകളാണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് പാലാ കൂടാതെ തന്നെ നമുക്ക് കണ്ണൂർ, കോഴിക്കോട്, കോട്ടക്കൽ, തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം, പിന്നെ ലോകത്തെല്ലായിടത്തു നിന്ന് നമ്മളവരുടെ ഒപ്പം സഞ്ചരിക്കാനായിട്ട് ഓൺലൈനായിട്ടും ബെർലിനോടൊപ്പം ജോയിൻ ചെയ്യാം. സാറേ, ഇപ്പം 2026 നമുക്കറിയാം വിദ്യാർത്ഥികൾക്ക് ധാരാളം അവസരങ്ങൾ. നമ്മൾ പറഞ്ഞു +2 ശേഷം ഏതാണ്ട് 40ഓളം വിവിധ പ്രവേശന പരീക്ഷകളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് എത്താനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. ഈ വിവിധ എൻട്രൻസ് എക്സാമുകളിൽ ബെർലിൻ്റെ ഒരു റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ സാറ് പറഞ്ഞു ബെർലിനിലെ വിദ്യാർത്ഥികൾ അവരോട് തന്നെയാണ് കോമ്പറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതിൻ്റെ ഒരു തെളിവല്ലേ ഓരോ വർഷവും ഈ റിസൾട്ടിൻ്റെ ഒരു വർധനവ്? അത് നമുക്ക് കണക്ക് പറയുകയാണെങ്കിൽ 1984 തൊട്ട് പോകണം. ആദ്യത്തെ ബാച്ചിൽ നിന്ന് തന്നെ 5 MBBS കിട്ടി. ശരി. അപ്പോൾ അന്ന് അവിടുന്ന് തുടങ്ങിയ ജൈത്രയാത്ര ഓരോ വർഷവും അതനുസരിച്ച്, അതായത് 5 കുട്ടികളെ കിട്ടിയപ്പോൾ ഇത് തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഇതിലേക്ക് ആകർഷിച്ചു. അവർക്ക് MBBS കിട്ടുന്നുണ്ട്. അങ്ങനെ 10ആയി, 20ആയി, 100ആയി. നമുക്കറിയാം 20 വർഷം മുമ്പ് നമ്മൾ വരുന്ന സമയത്ത് ഒന്ന് ഓർത്ത് നോക്കിയേ, കേരള എൻട്രൻസിൽ ഒരു 700 സീറ്റ് വരെ നമുക്ക് കിട്ടുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ അവിടുന്ന് ഇങ്ങ് പോരുക. അതായത് വേറെ രീതിയിലേക്ക് മാറി, നീറ്റിലേക്ക് മാറി. അപ്പം ഇന്ത്യ മുഴുവൻ, അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള മെഡിക്കൽ കോളേജുകളിൽ ബെർലിൻ്റെ സാന്നിധ്യം കുട്ടികളായിട്ട് അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബെർലിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് ഓരോ വർഷവും ഇവിടുന്ന് പഠിച്ചിറങ്ങി റിസൾട്ട് വാങ്ങി ഓരോ മെഡിക്കൽ കോളേജിലേക്കോ, അത് NITകളിലേക്കോ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കോ, IITകളിലേക്കോ, IIITകളിലേക്കോ ഒക്കെ പോകുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവിടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ ബെർലിൻ്റെ നടത്തിയിരിക്കുന്ന ഒരു വൻ വിപ്ലവമാണ്. അത് റിസൾട്ടിൻ്റെ വിപ്ലവമാണ്. കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ചെടുത്തു, അതിനകത്തുനിന്ന് അവരെ അതിനെ പ്രാപ്തരാക്കി റിസൾട്ട് നൽകുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ബെർലിൻ്റെ. 1.25 ലക്ഷത്തിലധികം ഡോക്ടർമാർ ഇപ്പോൾ പഠിച്ചിറങ്ങി. അവരുടെ മക്കളൊക്കെ ബെർലിനിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാലങ്ങളായിട്ട് ആർജിച്ചൊരു വിശ്വാസമാണ്. അതൊരു നമ്മുടെ മുമ്പിലൊരു പൂർണ്ണ സത്യമായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം അടുത്ത വർഷവും ബെർലിൻ്റെ റിസൾട്ട് കൂടുകയുള്ളൂ. കാരണം സംവിധാനങ്ങൾ, റിസൾട്ട് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ബെർലിൻ്റെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു കരുതൽ നൽകുന്നിടത്തോളം കാലം, അങ്ങനെ ഒരു സപ്പോർട്ട് നൽകുന്നിടത്തോളം കാലം ബെർലിനിൽ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ കോമ്പറ്റ് ചെയ്യുന്നതാണ്. കാരണം ഇവർ തന്നെയാണ് കോമ്പറ്റ് ചെയ്യുന്നത്. അതായത് നീറ്റിൻ്റെ റിസൾട്ട് ആയിക്കോട്ടെ, JEE റിസൾട്ട് ആയിക്കോട്ടെ, ഈ റിസൾട്ട് വന്ന് പറയുമ്പോൾ നമ്മൾ മോഡൽ എക്സാമിൻ്റെ റിസൾട്ട്
വായിക്കുമല്ലോ മീറ്റിങ്ങുകളിൽ. അതേ ഇത് തന്നെയാണ് നമ്മൾ ലൈവിൽ കയറി ഡിസ്കസ് ചെയ്യുന്നതും. മജോറിറ്റി കുട്ടികൾ, അതായത് 85 മുതൽ 90% എല്ലാ വർഷവും MBBS സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ 90% JEE മെയിനിലും JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് കേരളത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ബ്രില്യൻ്റാണ്. IIT JEE കേരളത്തിൽ ആദ്യമായിട്ട് ബാച്ചിൽ ബ്രില്യൻറ്റിൽ തുടങ്ങുമ്പോഴത്തേന് 1% പോലും വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് IIT-കളിൽ എത്തിയിട്ടില്ല. ഇന്നിപ്പം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ IIT-യിൽ എത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ബ്രില്യൻ്റ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അതായത് ബ്രില്യൻറ്റിൻ്റെ പ്രത്യേകത നോക്കി പല കോച്ചിങ് സെൻ്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ. ഇത് ഓൾ ഇൻ വണ്ണാണ്. JEE അഡ്വാൻസ് വേണോ ബ്രില്യൻറ്റിലുണ്ട്, JEE മെയിൻ വേണോ ബ്രില്യൻറ്റിലുണ്ട്, നീറ്റ് ആയിക്കോട്ടെ ബ്രില്യൻറ്റിലുണ്ട്. അപ്പോൾ അത് മൂന്നിലും കേരള ഫസ്റ്റ് റാങ്കുകൾ നോക്കി നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇതിനകത്ത് നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ റീസെൻ്റ് ആയിട്ടുള്ള മാത്രം നോക്കാം. 2020 തൊട്ടിങ്ങ് നോക്കിയേ എല്ലാ ഫസ്റ്റ് റാങ്കുകളോടുകൂടിയാണ്. അത് JEE റിസൾട്ട് വരുമ്പോൾ ആയിക്കോട്ടെ, നീറ്റിൻ്റെ റിസൾട്ട് വരുമ്പോഴായിക്കോട്ടെ, JEE മെയിൻ റിസൾട്ട് വരുമ്പോഴായിക്കോട്ടെ. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് സ്ഥാപനമാണ്. റിസൾട്ട് ഉണ്ടാക്കുന്ന രീതി ബ്രില്യൻറ്റിന് അറിയാം. അതിന് 42 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ജനങ്ങൾക്കറിയാം. നമുക്കറിയാം ലോകത്തെമ്പാടും നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഈ ബ്രില്യൻറ്റിലോട്ട് എൻറോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഓൾറെഡി പഠിച്ച വിദ്യാർത്ഥികളുണ്ടായിരിക്കാം, അല്ലെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവാം, വിവിധ സ്ട്രീമുകളിൽ പഠിച്ചവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് ബ്രില്യൻറ്റിൻ്റെ ഭാഗമാകുക എന്നുള്ളൊരു സംശയം ഉണ്ടാകും. എങ്ങനെയാണ് ബ്രില്യൻറ്റിനെ കുറിച്ച് അറിയാനായിട്ടും ബ്രില്യൻറ്റിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് സാധിക്കുന്നത്? ബ്രില്യൻറ്റിനെ കുറിച്ച് കേട്ടറിവിനേക്കാൾ വലുതാണ് ബ്രില്യൻ്റ് എന്ന സത്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളോട് ചോദിക്കാം. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളോട് വരുന്നത് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ. അവരിൽ നിന്ന് ഉള്ള നമ്മുടെ നാട്ടിൽ ഒരാളുണ്ടെങ്കിൽ തൊട്ടുള്ളവർ അവർ ചോദിക്കുമല്ലോ, തൊട്ടടുത്തുള്ള നെയ്ബേഴ്സിനോട് ചോദിക്കുമല്ലോ എവിടെയാണ് നല്ലത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്ന സ്ഥാപനം ബ്രില്യൻ്റാണ്. അപ്പോൾ കേട്ടറിഞ്ഞാണ് ബ്രില്യൻറ്റിലേക്ക് ആളുകൾ വരുന്നത്. അതുകൂടാതെ നമ്മൾ സോഷ്യൽ മീഡിയ ഉണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കിട്ടുന്ന റിസൾട്ട് എല്ലാം സത്യസന്ധമായിട്ടാണ്. ഇതുവരെ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. ബ്രില്യൻറ്റിൽ ഇപ്പം 5500 പേര് MBBS ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ ഓരോ വർഷത്തെ റിസൾട്ട് കാണാം. അതുകൊണ്ട് വഴിയിൽ ഫ്ലക്സിൽ വെറുതെ വെക്കുന്നതല്ല, അത് യഥാർത്ഥമായിട്ടുള്ള കണക്കുകൾ വെച്ചാണ് ബ്രില്യൻറ്റ് പറയുന്നത്. അപ്പം എത്ര വർഷമായിട്ട് സ്ഥാപനം ഇത് നടത്തുന്നു? അപ്പോൾ കമ്പയർ ചെയ്യണം. ഒരു വിദ്യാർത്ഥിയെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന പേരൻ്റ് ഉത്തരവാദിത്വം കൂടിയാണ്. ചുമ്മാ കേട്ട് പരസ്യം കണ്ടുകൊണ്ട് ചാടിപ്പോയി എടുക്കുന്നതല്ലാണ്ട് എന്താണ് എൻട്രൻസ് കോച്ചിങ് എന്നൊന്ന് മനസ്സിലാക്കണം. അതിനകത്ത് ഏറ്റവും നല്ലവരാരാന്ന് നോക്കണം. അപ്പം ഒരാൾക്കാണ് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ കഴിവായിരിക്കും. ആണ്. ബൾക്കായിട്ട് കിട്ടുമ്പം സീരീസ് ഓഫ് റിസൾട്ടുകൾ വരുന്നത് അതെല്ലാ വർഷവും വരുമ്പം അത് സ്ഥാപനത്തിൻ്റെ മഹത്വം കൂടിയാണ്. പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഗുണമുണ്ട്, ആ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി ഉണ്ട്, ആ സ്ഥാപനം നൽകുന്ന സപ്പോർട്ടുണ്ട്. പേരൻസും കുട്ടിയും അധ്യാപകരും കൂടെ കൂടിച്ചേർന്ന് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഗുണമുണ്ട്. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് റിസൾട്ടിലേക്ക് വരുന്നത്. യെസ്. brilliantpala.org എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യുകയും ബ്രില്യൻറ്റിൻ്റെ ഓരോ കോഴ്സുകളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും അതിലോട്ട് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബ്രില്യൻറ്റ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു നൽകുകയും സ്കോളർഷിപ്പിനെ കുറിച്ചും ഫീസിനെ കുറിച്ചും ഹോസ്റ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ഫീസ് അടച്ച് ജോയിൻ ചെയ്യുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇപ്പം ബ്രില്യൻറ്റ് റിപ്പീറ്റേഴ്സ് മെഡിക്കൽ ബാച്ച് ആണെങ്കിൽ ജൂൺ 29 ആദ്യത്തെ ബാച്ച് തുടങ്ങുന്നത്. അതിനുശേഷം എപ്പോഴൊക്കെ വിദ്യാർത്ഥികൾക്ക് പുതിയ ബാച്ചുകളിലോട്ട് ജോയിൻ ചെയ്യും? ജൂലൈ ബാച്ച് ഉണ്ട്. ജൂലൈ തന്നെ 2 സെറ്റ് കാണും. തുടക്കത്തിലും അവസാനത്തിലും 2 സെറ്റായിട്ട് വരും. പിന്നെ ഓഗസ്റ്റ് ബാച്ചുകളുണ്ട്. അന്നേരത്തിന് റിസൾട്ട് വരുമല്ലോ. നീറ്റിൻ്റെ റിസൾട്ടിന് ശേഷം ബാച്ചുകളുണ്ട്. അവിടെ റിപ്പീറ്റർ ബാച്ച് തന്നെയുണ്ട്. റിപ്പീറ്റർ ബാച്ച് ഉണ്ട്, റിപ്പീറ്റർ ബാച്ച് ഉണ്ട്. അത് പിന്നെ അത് അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ അവസാനത്തെ അലോട്ട്മെന്റ് വരെ കഴിയുമ്പോഴും അതിൻ്റെ ഇടയ്ക്കെല്ലാം പുതിയ ബാച്ചുകൾ വന്നുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂൺ 29 തുടങ്ങുന്ന ബാച്ചിനും സെപ്റ്റംബറിൽ തുടങ്ങുന്ന ബാച്ചിനും കൂടെ എങ്ങനെയായിരിക്കും ഒരേപോലെ ഒരു കോച്ചിങ് എങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും? ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ഔട്ട് എനി ടൈം അത് സെയിം ആയിരിക്കുമല്ലോ. അതുപോലെ ഇൻ ഓൾ സെൻറ്റേഴ്സ് അത് സെയിമാണ്. അങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ജൂണിൽ നമ്മൾ ഉച്ച വരെയാണ് ക്ലാസ്. അവർക്ക് ഉച്ച കഴിഞ്ഞ് പഠിക്കാനുള്ള സമയം കൊടുക്കുക. അപ്പോൾ ജൂലൈ ബാച്ചിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇനി ഓഗസ്റ്റിൽ വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ 1 മണിക്കൂറൂടെ ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് കൂട്ടിയെടുക്കും. അല്ലെങ്കിൽ നമുക്ക് സമയം തീരുന്നില്ലെങ്കിൽ സാറ്റർഡേ ഒരു ഹാഫ് ടൈം വെച്ചാൽ മതിയല്ലോ. അത് കൃത്യമായിട്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും മോഡൽ എക്സാം ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും ഒരുമിച്ച് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ബ്രില്യൻറ്റിൽ ഇത്രയധികം ബാച്ചുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവരെ ഗ്രൂപ്പായിട്ട് തിരിക്കുകയും ബാച്ചായിട്ട് തിരിക്കുകയും ചെയ്യുന്നതൊക്കെ മാർക്കിൻ്റെയോ അല്ലെങ്കിൽ റാങ്കിൻ്റെയോ അല്ലെങ്കിൽ ഹോസ്റ്റലിൻ്റെയോ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാച്ച് തിരിക്കുന്നത്? നാളെ ഇതുവരെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. വരുന്ന കുട്ടികളെ ക്ലാസ്സിലിരുന്നു ക്ലാസ് നിറയുന്നതാണ് അടുത്ത ക്ലാസ്സിൻ്റെ
ആരംഭം. ശരി. ഒരു ബാച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലായിക്കോട്ടെ, കൺട്രോൾഡ് ഹോസ്റ്റലായിക്കോട്ടെ, ഡേ സ്കോളർ ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ കാണും. ഡേ സ്കോളേഴ്സ് തന്നെ സെപ്പറേറ്റ് 8:30 മണിക്ക് തുടങ്ങുന്ന ബാച്ചുകളും ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു യാതൊരു തരത്തിലുള്ള വേർതിരിവ് നമ്മൾ നൽകാറില്ല. കൃത്യമായിട്ട് ക്ലാസ്സിൽ വന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അധ്യാപകർ ഇത് അവതരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് രാജ്യത്തെ ഈ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്കാണ് പ്രവേശനം നേടേണ്ടതെങ്കിൽ ഇന്ന് 2026-27 ധാരാളം സാധ്യതകളാണുള്ളത്. വിദേശങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കേണ്ട ആവശ്യകത ഇപ്പോൾ നിലവിലില്ല. അങ്ങനെയെങ്കിൽ +2 ശേഷം 1 വർഷം ബ്രില്യൻറ്റിൻ്റെ ഏത് ക്യാമ്പസിലേക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാം. അതെ, ഓർക്കുക, വഞ്ചിക്കുന്ന, തട്ടിക്കുന്ന പ്രചാരണങ്ങൾക്കും വിചാരണകൾക്കും ഇടയിൽ കേട്ടറിവിനേക്കാൾ വലുതാണ് ബ്രില്യൻ്റ് എന്ന സത്യം. Brilliant Study Center, India's #1 coaching center for NEET and JEE.